ഇന്നലെ നമ്മൾ പറഞ്ഞൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു എന്ന് ഇന്നലെ തന്നെ നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ്. ഐഡന്റിഫിക്കേഷൻ ഒരു അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക് അല്ല, എങ്കിൽ കൂടിയും അതിൽ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കേണ്ടതില്ലെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക് തന്നെയാണ് ഐഡന്റിഫിക്കേഷൻ. ഇനി ഫോറൻസിക് മെഡിസിനിൽ ഐഡന്റിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ വാർത്ത കാണാറുണ്ട്. ഇപ്പൊ 10 വർഷം പഴക്കമുള്ളൊരു സ്കെൽറ്റൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു സ്കെൽറ്റൻ കിട്ടുമ്പോൾ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യണം. അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ, ആരാണ്, എന്താണ് എന്നൊക്കെ, എങ്കിൽ മാത്രമേ ആ കേസ് മുന്നോട്ടേക്ക് പോവുള്ളൂ. അവിടെയാണ് ഐഡന്റിഫിക്കേഷന്റെ സാധ്യതകൾ വരുന്നത്. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ മീൻസ് the determination of the individuality of a person based on certain physical characteristics. ചില ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ആ പേഴ്സന്റെ ഇൻഡിവിജ്വാലിറ്റി കണ്ടുപിടിക്കുക, അതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം പ്രധാനമായിട്ട് ഹ്യൂമൻ ബീങ്സിനെ 3 റേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡോളിക്കോസെഫാലിക്, മെസാറ്റിസെഫാലിക്, ബ്രേക്കിസെഫാലിക്, ഇങ്ങനെ 3 ആയിട്ട് ഹ്യൂമൻ റേസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കള്ള് വെച്ചിട്ട് ഇത് ഏത് റേസിൽ പെടുന്നതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് സെഫാലിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. റേസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് സെഫാലിക് ഇൻഡെക്സ്. അപ്പോ നിങ്ങൾക്ക് ഈ ബോക്സ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സെഫാലിക് ഇൻഡെക്സ് പറയുന്നുണ്ട് 3 ടൈപ്പ് ഓഫ് സ്കള്ളാണ് അതിൽ വരിക. ഫസ്റ്റ് വൺ ഡോളിക്കോസെഫാലിക്, ലോങ് ഹെഡഡ് ആയിട്ടുള്ള ആൾക്കാര്. അത് ഏത് റേസിൽ വരുന്നവരാ? നമ്മൾ ഇന്ത്യൻസ്, പ്യുവർ ആര്യൻസ്, അബോറിജൻസ് ആൻഡ് നീഗ്രോസ്, ഇവരാണ് ഡോളിക്കോസെഫാലിക് വിഭാഗത്തിൽ പെടുന്ന ആൾക്കാര്. മെസാറ്റിസെഫാലിക് എന്ന് പറഞ്ഞാൽ മീഡിയം ഹെഡഡ് ആയിട്ടുള്ള ആൾക്കാര്, ദാറ്റ് ഈസ് യൂറോപ്യൻസ് ആൻഡ് ചൈനീസ്. ബ്രേക്കിസെഫാലിക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഹെഡഡ് ആയിട്ടുള്ള മംഗോളിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ബ്രേക്കിസെഫാലിക്കിനാണ് ഏറ്റവും കൂടുതൽ സെഫാലിക് ഇൻഡെക്സ് വരുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കണം. ബ്രേക്കിസെഫാലിക്കിനാണ് സെഫാലിക് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ളത്. 80 to 85 ആണ് ബ്രേക്കിസെഫാലിക്കിന്റെ സെഫാലിക് ഇൻഡെക്സ്. അതിൽ നിന്ന് കുറച്ച് താഴെയാണ് മീഡിയം ഹെഡഡ് ആയിട്ടുള്ള മെസാറ്റിക് സെഫാലിക്കിന്റെ ഇൻഡെക്സ് 75 to 80. അതിൽ നിന്നും കുറച്ചുകൂടി കുറവാണ് ഡോളിക്കോസെഫാലിക് 70 to 75. അപ്പോൾ നമ്മുടെ റേസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെഫാലിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി സ്പീഷീസ് ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മെഡുലറി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് അനിമൽ ആണോ ഹ്യൂമൻ ആണോ, എന്ത് സ്പീഷീസിൽ വരുന്ന ബോഡിയാണ് അതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് മെഡുലറി ഇൻഡെക്സ്. അത് ജസ്റ്റ് ആ ടേം മാത്രം ഓർത്തിരുന്നാൽ മതി. സ്പീഷീസ് ഡിറ്റർമിനേഷൻ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് മെഡുലറി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ കുറച്ച് ഇൻഡെക്സുകളുടെ പേര് നമുക്ക് നോക്കാം. ഇപ്പൊ പറഞ്ഞു സെഫാലിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് സ്കള്ളിൽ നിന്ന് റേസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ ഇഷ്യോപ്യൂബിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്. അതെന്താണ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഫ്രം ഹിപ്പ് ബോൺ. ഹിപ്പ് ബോണിൽ നിന്നിട്ട് സെക്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ഇഷ്യോപ്യൂബിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്ത കോർപ്പറോ ബേസൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഫ്രം സേക്രം. സേക്രത്തിൽ നിന്ന് സെക്സിന്റെ ഡിറ്റർമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് കോർപ്പറോ ബേസൽ ഇൻഡെക്സ്. ദെൻ മെഡുലറി ഇൻഡെക്സ്. മെഡുലറി ഇൻഡെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീഷീസ് ഡിറ്റർമിനേഷന് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ലോങ് ബോൺസിൽ നിന്ന് സെക്സിന്റെ ഡിറ്റർമിനേഷനും മെഡുലറി ഇൻഡെക്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ക്വറ്റലക്ട് ഇൻഡെക്സ്. ക്വറ്റലക്ട് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ക്വറ്റലക്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. പോൺഡ്രൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സിമിലർ ടു BMI ബട്ട് യൂസ്ഡ് ഇൻ പീഡിയാട്രിക്സ്. നമ്മുടെ ബേസൽ മെറ്റബോളിക് ഇൻഡെക്സിന് സെയിം ആണ് പോൺഡ്രൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് പീഡിയാട്രിക്സിലാണ്. ബോഡി മാസ് ഇൻഡെക്സിന് സെയിം ആണ് പോൺഡ്രൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്, പക്ഷെ അത് സെയിം ഇൻ പീഡിയാട്രിക്സ്. പീഡിയാട്രിക്സിൽ യൂസ് ചെയ്യുമ്പോഴാണ് അതിനെ പോൺഡ്രൽ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക്
സെക്സ് ഐഡന്റിഫൈ ചെയ്യണം. സെക്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് സെക്സ് ക്രൊമാറ്റിന്റെ ബേസിസിലാണ്. അതിൽ ഇത് കണ്ടുപിടിക്കുന്നത് ഡിക്സൺ ആൻഡ് ടാർ ആണ്. ഡിക്സൺ ആൻഡ് ടാർ ആണ് സെക്സ് ക്രൊമാറ്റിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാര്. അപ്പോൾ ഇവർ കൊണ്ടുവന്നതാണ് ബാർ ബോഡീസ്. ബാർ ബോഡി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിലിന്റെ ന്യൂട്രോഫിലില് പ്രസന്റ് ആയിരിക്കുന്ന ന്യൂക്ലിയർ ബോഡീസ് ആണ് ബാർ ബോഡീസ്. അപ്പൊ ബാർ ബോഡീസ് പ്രസന്റ് ആണെങ്കിൽ അത് എന്താണ്, ബോഡി ഫീമെയിലിൻ്റെതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബാർ ബോഡി കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്ന സ്മിയർ എന്ന് പറഞ്ഞാൽ ബക്കൽ സ്മിയർ ആണ്. അപ്പോൾ ബാർ ബോഡി പ്രസന്റ് ഇൻ ദ ന്യൂട്രോഫിൽ ഓഫ് ദ ഫീമെയിൽ ഐഡന്റിഫൈഡ് ഇൻ ബക്കൽ സ്മിയർ. ദെൻ നമുക്കൊരു ഡെവലപ്പിംഗ് ഫീറ്റസിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? 4th month ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫ്. 4th month ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിൽ വെച്ചിട്ടാണ് നമുക്കൊരു ഡെവലപ്പിംഗ് ഫീറ്റസിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പറഞ്ഞ ബാർ ബോഡിയും ഇമ്പോർട്ടന്റ് ആണ്. ബാർ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിലിന്റെ ന്യൂട്രോഫിലില് പ്രസന്റ് ആയിരിക്കുന്ന ബോഡിയാണ് ബാർ ബോഡി എന്ന് പറഞ്ഞാൽ. അത് ഐഡന്റിഫൈ ചെയ്യുന്നത് ബക്കൽ സ്മിയറിൽ വെച്ചിട്ടാണ്. Then one another body is also there, Davidson bodies. Davidson bodies കാണുന്നതും ഫീമെയിലിൽ തന്നെയാണ്. ഇത് എവിടെയായിട്ടായിരിക്കും കാണുക? ന്യൂക്ലിയർ മെംബ്രെയിനോട് ചേർന്ന് ഒരു ഡ്രംസ്റ്റിക് അപ്പിയറൻസിൽ കാണുന്ന ബോഡിയാണ് ഡേവിഡ്സൺ ബോഡീസ് എന്ന് പറയുന്നത്. ഡ്രംസ്റ്റിക് ലൈക്ക് clumps that is attached to the nuclear membrane. It is seen in female. That is Davidson bodies. അപ്പോൾ ഇൻഡെക്സ് നമ്മൾ സെഫാലിക് റേസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ സെഫാലിക് ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. സ്പീഷീസ് ഡിറ്റർമിനേഷന് മെഡുലറി ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. മെയിൻ ആയിട്ട് 3 തരം റേസ് ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക: ഡോളിക്കോ, മിസാറ്റി ആൻഡ് ബ്രേക്കി. ഇതില് ബ്രേക്കി സെഫാലിക്കിനാണ് ഏറ്റവും കൂടുതൽ സെഫാലിക് ഇൻഡെക്സ് വരുന്നത്, 80 to 85 എന്നുള്ളതും ഓർത്ത് വെക്കുക. ദെൻ ബാർ ബോഡീസും ഡേവിഡ്സൺ ബോഡീസും മറക്കരുത്. ബാർ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഫീമെയിലിന്റെ ന്യൂട്രോഫിലിൽ പ്രസന്റ് ആയിരിക്കുന്ന ബോഡിയാണ്. ബക്കൽ സ്മിയറിൽ നിന്നാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഡേവിഡ്സൺ ബോഡീസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഡ്രംസ്റ്റിക് ലൈക്ക് അപ്പിയറൻസിൽ കാണുന്ന ബോഡീസ് ആണ്. ഇത് 2 ഫീമെയിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. കിട്ടിയല്ലോ? ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇന്റർസെക്സിലേക്ക് പോവാം. ഇന്റർസെക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ 2 കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഒന്ന് ഗൊണാഡൽ എജെനസിസ്, ദെൻ ഗൊണാഡൽ ഡിസ്ജെനസിസ്. ഇന്റർസെക്സ് ക്യാൻ ബി ഡ്യൂ ടു ഗൊണാഡൽ എജെനസിസ് ഓർ ഗൊണാഡൽ ഡിസ്ജെനസിസ്. ഗൊണാഡൽ എജെനസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഡ്യൂ ടു നോൺ ഡെവലപ്മെന്റ് ഓഫ് ദ ഗൊണാഡ്. ഗൊണാഡ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. That is gonadal agenesis. Gonadal dysgenesis means it is due to malformation or dysfunction. Dysgenesis എന്ന് പറഞ്ഞാൽ ഡിസ്ഫങ്ഷൻ കാരണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഗൊണാഡൽ ഡിസ്ജെനസിന്റെ ഭാഗമായിട്ട് വരുന്ന 2 കണ്ടീഷനാണ് ക്ലിൻഫെൽട്ടർ സിൻഡ്രോമും ടെർണർ സിൻഡ്രോമും. ഈ 2 സംഭവങ്ങൾ പ്രത്യേകിച്ച് അതിന്റെ ക്രോമസോമൽ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി തന്നെ പഠിച്ചിരിക്കുക. ഫോറൻസിക്കിൽ നിന്നല്ലെങ്കിലും ഗൈനക്കിൽ നിന്നാണെങ്കിലും എപ്പോഴും PSCക്കും PGക്കും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് ആണിത്. അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത്. ക്ലിൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാറ്റേൺ എങ്ങനെയായിരിക്കും? 47XXY ആണ്. ക്ലിൻഫെൽട്ടർ സിൻഡ്രോം ആണെങ്കിൽ 47XXY ആണ്. ഇവിടെ ന്യൂക്ലിയർ നോക്കുമ്പോൾ ന്യൂക്ലിയർ സെക്സ് നോക്കിയാൽ അത് ഫീമെയിൽ ആണ്, ബട്ട് അനാറ്റമിക്കലി മെയിൽ ആയിരിക്കും. അനാറ്റമിക്കലി മെയിൽ ആയിരിക്കും, ന്യൂക്ലിയർ സെക്സ് ഫീമെയിൽ ആയിരിക്കും ഇൻ കേസ് ഓഫ് ക്ലിൻഫെൽട്ടർ സിൻഡ്രോം. ടെർണർ സിൻഡ്രോം വരുമ്പോൾ 45X0 ആണ്. 45X0 ആണ്. ഹിയർ അനാറ്റമിക്കലി ഫീമെയിൽ ആയിരിക്കും, ബട്ട് ദ ന്യൂക്ലിയർ സെക്സ് ഈസ് മെയിൽ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ 2ന്റെ പാറ്റേൺ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ക്ലിൻഫെൽട്ടർ സിൻഡ്രോം ആണെങ്കിൽ 47XXY and Turner syndrome ആണെങ്കിൽ 45XO. കിട്ടിയല്ലോ? Then true hermaphroditism. Hermaphroditism എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ 2
ഒന്നിൽ വരുന്നതാണ് ഹെർമോഫ്രോഡൈറ്റിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രൂ ഹെർമോഫ്രോഡൈറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദിസ് ആൻ ഓവറി ആൻഡ് എ ടെസ്റ്റിസ് ഓർ ടു ഓവോടെസ്റ്റിസ് ആർ പ്രസന്റ് വിത്തിൻ ദ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഓഫ് ബോത്ത് ദ സെക്സസ്. രണ്ടും പ്രസന്റ് ആയിരിക്കും. Both an ovary and testis or two ovotestis are present. Pseudo hermaphroditism എന്ന് പറഞ്ഞാൽ internally gonadal tissue of only one sex is seen, but external appearance is of the opposite sex. Internally gonadal tissue ഉണ്ടാവുന്നത് ഒരു സെക്സിലായിരിക്കും, പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എക്സ്റ്റേണൽ അപ്പിയറൻസ് വരിക. അപ്പൊ അത് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്. മെയിൽ സ്യൂഡോ ഹെർമാഫ്രോഡൈറ്റിസം ഉണ്ട്, ഫീമെയിൽ സ്യൂഡോ ഹെർമാഫ്രോഡൈറ്റിസം ഉണ്ട്. മെയിൽ സ്യൂഡോ ഹെർമാഫ്രോഡൈറ്റിസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ സെക്സ് നോക്കുമ്പോൾ XY ആണ്. അപ്പൊ എന്തായിരിക്കണം? മെയിൽ ആയിരിക്കണം അല്ലെ? XY വന്നാൽ അത് മെയിൽ ആയിരിക്കണം. പക്ഷേ സെക്സ് ഓർഗൻ ആൻഡ് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഡീവിയേറ്റ് ടു ഫീമെയിൽ ഫോം. പക്ഷെ സെക്സ് ഓർഗനും സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം എന്തിലേക്ക് പോകുന്നു? ഫീമെയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ടെസ്റ്റിക്കുലാർ ഫെമിനൈസേഷൻ. ടെസ്റ്റിക്കുലാർ ഫെമിനൈസേഷൻ കാരണമാണ് മെയിൽ സ്യൂഡോ ഹെർമാഫ്രോഡൈറ്റിസം സംഭവിക്കുന്നത്. ഇനി അടുത്ത ഫീമെയിൽ സ്യൂഡോ ഹെർമാഫ്രോഡൈറ്റിസം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ന്യൂക്ലിയർ സെക്സ് നോക്കുമ്പോൾ ഫീമെയിൽ ആണ്, XX ആണ് ഉണ്ടാവുക, പക്ഷെ എക്സ്റ്റേണലി അപ്പിയറൻസ് കംപ്ലീറ്റ് മെയിലിൻ്റെതായിരിക്കും. ബട്ട് ദ ഡീവിയേഷൻ ഓഫ് സെക്സ് ഓർഗൻ ആൻഡ് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ടുവേർഡ്സ് മെയിൽസ് ആർ സീൻ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഡ്യൂ ടു അഡ്രിനൽ ഹൈപ്പർപ്ലേഷ്യ. അപ്പോൾ മെയിൽ സ്യൂഡോ ഹെർമാഫ്രോഡൈറ്റിസം is due to testicular feminization and female pseudo hermaphroditism is due to adrenal hyperplasia. കിട്ടിയല്ലോ? ഇനി ക്രോഗ്മാൻസ് ടേബിൾ എന്ന് പറയുന്ന ഒരു ചാർട്ട് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതെന്താന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതായത് ബോണിൽ നിന്ന് സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ടാണ്. അപ്പൊ അതിന്റെ പെർസെൻറ്റേജ് ഓഫ് ആക്യുറസി ആ ചാർട്ട് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പെർസെൻറ്റേജ് ഓഫ് ആക്യുറസി ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ് ഫ്രം ദ ബോൺ. ഇതിന് മെയിൻ ആയിട്ടും ഏതൊക്കെ ബോൺസ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ the determination of sex is based mainly upon the appearance of pelvis, skull, sternum and long bones. So Krogman's table ennu parnal percentage of accuracy, it is a chart showing the percentage of accuracy in determination of the sex from bone. The determination of sex is based mainly upon the appearance of pelvis, skull, sternum and the long bone. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ഇനി ഏജിലേക്ക് വരാം. ഏജ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ടും 4 കാര്യങ്ങളാണ് ഉള്ളത്. ഏജ് ഡിറ്റർമിൻഡ് ഫ്രം ഫസ്റ്റ് വൺ ടീത്ത്, സെക്കൻഡ് വൺ ഓസിഫിക്കേഷൻ ഓഫ് ബോൺ, തേർഡ് വൺ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്, ഫോർത്ത് വൺ ജനറൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഏജ് നമുക്ക് ടീത്തിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യാം, ബോൺസ് ഓസിഫൈ ചെയ്യുന്നതിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യാം, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാം, ജനറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ടീത്തിൽ നിന്ന് എങ്ങനെ ഏജ് എസ്റ്റിമേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നമുക്ക് 2 സെറ്റ് ഓഫ് ടീത്ത് ഉണ്ട് അല്ലെ? ടെമ്പററി ഉണ്ട്, അത് പോയി കഴിഞ്ഞതിന് ശേഷം പെർമനന്റും ഉണ്ട് അല്ലെ? അപ്പൊ പോയി കഴിഞ്ഞതിന് ശേഷം അല്ല, ടെമ്പററി മാറി മാറി എന്തിലേക്ക് നമ്മൾ പോകും? പെർമനന്റ് ടീത്തിലേക്ക് പോകും. അപ്പോൾ ടെമ്പററി ടീത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടലി എത്ര എണ്ണം ഉണ്ടാവും? 20 ടീത്ത് ഉണ്ടാവും അല്ലെ? അപ്പൊ അതിന്റെ ഡെന്റൽ ഫോർമുല എങ്ങനെയായിരുന്നു? രണ്ടിന്റെയും ഡെന്റൽ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ടെമ്പററി ടീത്ത് 20 ആണ് ഉണ്ടാവുക. ഇവിടെ ഡെന്റൽ ഫോർമുല വന്നിട്ട് 2 ഇൻസിസസ്, 1 canine, no premolar and 2 molar. അങ്ങനെയാണ് വരിക. മൊത്തത്തിൽ 4 ക്വാഡ്രന്റ് ഉണ്ടാവും. ഒരു ക്വാഡ്രന്റിന്റെ ഫോർമുലയാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്. 2 incisors, 1 canine, 0 premolar and 2 molar. അങ്ങനെ ഇപ്പൊ ഇതിൽ ടോട്ടൽ എത്ര ടീത്ത് വന്നു? 5 ടീത്ത്. 5 into 4 20. അങ്ങനെയാണ് ടെമ്പററി ടീത്ത് 20 നമ്പേഴ്സ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി
ഫസ്റ്റ് ടെമ്പററി ടീത്ത് ഏതാണെന്ന് അറിയാമോ? ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് വരുന്ന ടെമ്പററി ടീത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പെർമനന്റ് ടീത്ത്. പെർമനന്റ് ടീത്ത് നമുക്ക് എത്ര എണ്ണ ഉള്ളത്? 32, 32 എണ്ണ അല്ലേ? അപ്പൊ അതിന്റെ 4 ക്വാഡ്രന്റ് ഇല്ല. ഒരു ക്വാഡ്രന്റ് എടുത്താൽ അതിന്റെ ഡെന്റൽ ഫോർമുല എങ്ങനെയാ വരിക? 2 incisors, 1 canine, 2 premolar and 3 molars. 2, 1, 2, 3. ഓക്കെ, ഇതാണ് പെർമനന്റ് ടീത്തിന്റെ ഡെന്റൽ ഫോർമുല. പിന്നെ ഈ താഴെ കാണുന്ന ചാർട്ട് ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് മൊളാർസ് വരുന്നത് 6 ഇയേഴ്സിലായിരിക്കും. സെൻട്രൽ ആൻഡ് ലാറ്ററൽ ഇൻസിസേഴ്സ് വരുന്നത് 6 to 8 ഇയേഴ്സിലാണ്. കാനൈൻ ആൻഡ് പ്രീമൊളാർസ് വരുന്നത് 9 to 12 ഇയേഴ്സിലാണ്. സെക്കൻഡ് മൊളാർ വരുന്നത് 12 ഇയേഴ്സിലാണ്. തേർഡ് മൊളാർ വരുന്നത് 18 ഇയേഴ്സ് ഓർ ലേറ്റർ. 18 അത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും വരാം. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഈ ഫസ്റ്റ് മൊളാർ ഡെവലപ്പ് ചെയ്യുന്ന വയസ്സൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 6 ഇയേഴ്സിലായിരിക്കും. ഓക്കെ, ഇനി ഏജിന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഗുസ്താഫ്സൺസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഗുസ്താഫ്സൺസ് മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കണം. ഈ ഗുസ്താഫ്സൺസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏജ് എസ്റ്റിമേറ്റ് ഓഫ് അഡൽട്ട് ഓവർ 21 ഇയേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഫിസിയോളജിക് ചേഞ്ചസ് ഇൻ ഈച്ച് ഓഫ് ദ ഡെന്റൽ ടിഷ്യൂ. ട്രാൻസ്പെറൻസി ഓഫ് റൂട്ട് ഈസ് ദ മോസ്റ്റ് റിലയബിൾ ക്രൈറ്റീരിയ. അതായത് ഒരു 21 ഇയേഴ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള ഒരാളുടെ ഏജ് അയാളുടെ ഡെന്റൽ ടിഷ്യൂസിൽ വന്ന ചേഞ്ചസ് അനുസരിച്ച് എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഗുസ്താഫ്സൺസ് മെത്തേഡ് എന്ന് പറഞ്ഞത്. 21 ഇയേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരാളിന്റെ ഡെന്റൽ ടിഷ്യൂസിൽ വന്ന ചേഞ്ചസ് കണക്കിലെടുത്ത് നമ്മൾ ഏജ് ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ഗുസ്താഫ്സൺസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ, ഈ ക്രൈറ്റീരിയ ഓർത്ത് വെക്കാൻ ഒരു കോഡ് ഉണ്ട്. സ്ക്രിപ്റ്റ് എന്ന് ഓർക്കുക കേട്ടോ. സ്ക്രിപ്റ്റ് S for secondary dentine. S for secondary dentine. സെക്കൻഡറി ഡെന്റൈൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സെക്കൻഡറി മാറ്റേഴ്സ് ഒക്കെ വന്നിട്ട് പല്ലിനിടയിൽ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുക. അതിന്റെ ബേസിസിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തത് സിമന്റം അപ്പോസിഷൻ. C for സിമന്റം അപ്പോസിഷൻ. സിമന്റം അപ്പോസിഷൻ എന്ന് വെച്ചാൽ മിനറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിപ്പോസിഷൻ ടീത്തിൽ ഉണ്ടാവുന്നു. ദെൻ റൂട്ട് റീസോപ്ഷൻ. R for റൂട്ട് റീസോപ്ഷൻ. റൂട്ട് റീസോപ്ഷൻ എന്ന് പറഞ്ഞാല് നോൺ ഇൻഫെക്ഷ്യസ് ഡാമേജ് റിലേറ്റഡ് ടു ദ ലോസ് ഓഫ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് ഡെന്റൽ ടിഷ്യൂ. നമ്മുടെ എന്താ നമ്മളിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ ടീത്ത്. അതിന്റെ ഭാഗമായിട്ട് ഹാർഡ് ആൻഡ് സോഫ്റ്റ് ഡെന്റൽ ടിഷ്യൂസ് ലോസ് ചെയ്യുന്നു. എങ്ങനെ? ഒരു നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഡാമേജ് നടക്കുന്നു അവിടെ. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും അല്ല, നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡാമേജ് കൊണ്ട് ഉണ്ടാവുന്നതാണ് റൂട്ട് റീസോപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ I for റൂട്ട് അട്രീഷൻ. അട്രീഷൻ എന്നുള്ള വാക്കിനകത്ത് 2 I ഉണ്ട്. അപ്പം സ്ക്രിപ്റ്റ് എന്നുള്ള കോഡ് കംപ്ലീറ്റ് ആണെങ്കിൽ I വേണം. സോ I for റൂട്ട് അട്രീഷൻ. റൂട്ട് അട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിയർ ആൻഡ് ടിയർ വൈൽ യൂസിങ് ദ ടീത്ത്. ടീത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി എത്രത്തോളം വിയർ ആൻഡ് ടിയർ ഉണ്ടായി അത് കണക്കിലെടുക്കുന്നതാണ് റൂട്ട് അട്രീഷൻ എന്ന് പറയുന്നത്. ദെൻ പാരാഡെന്റോസിസ്. പാരാഡെന്റോസിസ് എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ ഓഫ് ടീത്ത്. ടീത്ത് എത്രത്തോളം റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബേസിസിൽ കണക്കാക്കുന്നതാണ് പാരാഡെന്റോസിസ്. ദെൻ ലാസ്റ്റ് വൺ ട്രാൻസിലൻസി ഓർ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നു. ഇതാണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയ. നോർമലി എന്താണ്, നമ്മുടെ റൂട്ട് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷെ ഈ മിനറൽസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂലി നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഡിപ്പോസിറ്റ് ആകുന്നതിന്റെ ഭാഗമായിട്ട് റൂട്ട് എന്താകും? ട്രാൻസ്പെറന്റ് ആയി മാറും. അതുകൊണ്ട് ഈ ട്രാൻസ്ലൂസൻസി അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നതാണ് മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? സ്ക്രിപ്റ്റ് S for secondary dentine, C for cementum apposition, R for root resorption, I for root attrition, P for paradentosis, T for translucency or transparency. കിട്ടിയല്ലോ? അപ്പൊ ഗുസ്താഫ്സൺസ് മെത്തേഡ് മറന്നു പോവണ്ട. 21 ഇയേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരാളിന്റെ ഏജ് ഡെന്റൽ ടിഷ്യൂസിന് വന്ന ചേഞ്ചസ് അനുസരിച്ച് ഡിറ്റർമിൻ ചെയ്യുക.
ഓക്കെ, ഇനി നമുക്ക് ഗ്രോത്ത് ഓഫ് ഇൻഡിവിജ്വൽ ബോണ്ട്, ഓരോ ഇൻഡിവിജ്വൽ ബോൺസിന്റെയും ഗ്രോത്ത് എന്തൊക്കെയാന്ന് നോക്കാം. അതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ള പോയിന്റുകൾ കുറച്ചേ ഉള്ളൂ. അത് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് മന്ത് ഓഫ് പ്രഗ്നൻസിയിലാണ് നമ്മുടെ ഓസിഫിക്കേഷൻ സെന്റേഴ്സ് എല്ലാം, ഏർലിയർ സെന്റേഴ്സ് ഓഫ് ഓസിഫിക്കേഷൻ എല്ലാം വരുന്നത്. Earlier centers of ossification appears at the end of second month of pregnancy. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് 450 ബോൺസ് ഉണ്ട്. പിന്നീട് അത് ഓസിഫൈ ചെയ്ത് അഡൽട്ട് സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ടാവുക? 206 ബോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 3rd to 5th ഡെക്കേഡ് വരെ നമ്മുടെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ ബോണിന്റെ കാര്യത്തിൽ ഒരു ഒറ്റ ബോൺ മതി, ദാറ്റ് ഈസ് സിംഫൈസിസ് പ്യൂബസ്. അത് മാത്രം മതി നമുക്ക് 3rd to 5th ഡെക്കേഡിലുള്ള ഏജ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ബോൺ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റും അത് തന്നെയാണ്. സിംഫൈസിസ് പ്യൂബസ് ഈസ് പ്രോബബ്ലി ദ സിംഗിൾ ക്രൈറ്റീരിയൻ ഫോർ ഡിറ്റർമിനിങ് ദ ഏജ് ഫ്രം 3rd to 5th ഡെക്കേഡ്. കിട്ടിയല്ലോ? സിംഫൈസിസ് പ്യൂബസ് ആണ് സിംഗിൾ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. എത്ര തൊട്ട് എത്ര വരെ? 3rd to 5th ഡെക്കേഡ് വരെയുള്ള ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ. Then lateral and occipital fontanelles close within the first 2 months. Then നമ്മുടെ ഫോണ്ടനൽസിന്റെ ക്ലോസിംഗ് ആണ് അടുത്ത പറയുന്നത്. ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ ലാറ്ററൽ ആൻഡ് ഓസിപിറ്റൽ ഫോണ്ടനൽസ് ക്ലോസ് ചെയ്യാറുണ്ട്. 2 വയസ്സാവണം ആന്റീരിയർ ഫോണ്ടനൽസ് ക്ലോസ് ചെയ്യാനായിട്ട്. ഓക്കെ, ആന്റീരിയർ ഫോണ്ടനൽസ് ഫ്യൂസ് ചെയ്യുന്നത് എത്രാമത്തെ ഏജിലാണ്? 2nd ഇയറിലാണ്. ഇത്രയേ ഉള്ളൂ ആ ഒരു ബോൺസിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങള്. ദെൻ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാണ്. അതിൽ വരുമ്പോ ഒരു ഫീമെയിൽസില് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ 3 വേർഡിങ്സ് യൂസ് ചെയ്തിട്ടാണ് സൂചിപ്പിക്കുക. ഫസ്റ്റ് വൺ തെലാർക്കി, ദെൻ പ്യൂബാർക്കി, ദെൻ മെനാർക്കി. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഏജ് എന്ന് പറഞ്ഞാല് at the age of 13 to 14 years. Sequence of puberty is thelarchy, pubarchy and menarchy. Thelarchy എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്തു, ബ്രസ്റ്റ് ബിഗിൻ ടു ഡെവലപ്പ്. പ്യൂബാർക്കി എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഉണ്ടായി. മെനാർക്കി എന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. കിട്ടിയല്ലോ? അപ്പൊ തെലാർക്കി എന്താന്ന് ചോദിച്ചാൽ ബ്രസ്റ്റ് ബിഗിൻ ടു ഡെവലപ്പ്, പ്യൂബാർക്കി ഹെയർ ഗ്രോത്ത് ആണ്, മെനാർക്കി നമുക്കറിയാം മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ മെയിൽസിന്റെ കാര്യം, മെയിലിൽ നോക്കുമ്പോൾ 14 ഇയേഴ്സോട് കൂടി ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. 16 ഇയേഴ്സ് ആകുമ്പോൾ ഫേസിൽ ഹെയർ വന്നു തുടങ്ങും. 16 to 18 ഇയേഴ്സ് ആകുമ്പോൾ വോയിസ് നല്ല ഡീപ്പായിട്ട് മാറും. ഓക്കെ, ദെൻ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് ഓഫ് ഏജ്. ഓരോ ഏജിന്റെയും മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, criminal responsibility. Any act done by child under 7 years is not an offense. 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമായിട്ട് അംഗീകരിക്കില്ല. Okay, it is an offense if done before 7 years according to the Railway Act. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഒരു കുറ്റം ചെയ്ത് ഒഫൻസ് ആയിട്ട് പറയില്ല. പക്ഷെ റെയിൽവേ ആക്ട് അനുസരിച്ചാണെങ്കിൽ ബിഫോർ 7 ഇയേഴ്സും അതൊരു കുറ്റം തന്നെയാണ്. A child between 7 and 12 years is presumed to be capable of committing an offense if he attains sufficient maturity. 7 വയസ്സിൽ കൂടി കഴിഞ്ഞാൽ അത് ഒഫൻസ് തന്നെയാണ്. അപ്പം ക്രിമിനൽ റെസ്പോൺസിബിലിറ്റിയിൽ 7 വയസ്സ് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ജുഡീഷ്യൽ പണിഷ്മെന്റ്. അക്കോർഡിംഗ് ടു ദ ജുവനൈൽ ആക്ട് ഇൻ 1986, juvenile means a boy who is below the age of 16 years or a girl who is below the age of 18 years. അതായത് ജുവനൈൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ആൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ 16 വയസ്സിൽ താഴെ ആണെങ്കിൽ ജുവനൈൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പെൺകുട്ടികളാണെങ്കിൽ 18 വയസ്സിൽ താഴെ ആണെങ്കിൽ ജുവനൈൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഈ ഒരു ജുവനൈൽ ഏജിലാണ് ഇവരൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു വധശിക്ഷയോ ജീവപര്യന്തമോ ഒന്നും വിധിക്കാനുള്ള റൈറ്റ് ഉണ്ടാവുകയില്ല. ഓക്കെ, ഇനി റേപ്പ് വരുമ്പോ സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എ മാൻ with a girl under 15 years
even if she is his own wife or with any other girl under 16 years, even with her consent is rape. അതായത് കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ, അങ്ങനത്തെ കണ്ടീഷനിലും അല്ല ഇപ്പോ ഒരു 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുകയാണ് വിത്ത് അവരുടെ കൺസെന്റ്, അവരുടെ സമ്മതപ്രകാരം സെക്സിൽ ഏർപ്പെട്ടാലും അത് റേപ്പ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അതിൽ പറയുന്ന സെക്ഷൻ ഓർത്തു വെച്ചോളാം, സെക്ഷൻ 375 IPC. റേപ്പിന്റെ സെക്ഷൻ 375 IPC. ദെൻ കിഡ്നാപ്പിംഗ്. കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത്, കിഡ്നാപ്പിംഗിന്റെ കുറെ കണ്ടീഷൻസ് ആണ് താഴെ പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ആൻ ഒഫൻസ് to kidnap a child with intention of taking dishonestly any movable property if the age of child is under 10 years. 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടീനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതും എന്താണ്, കിഡ്നാപ്പിംഗിൽ പെടും. അതുപോലെ 16 വയസ്സിൽ താഴെയുള്ള ഒരു ആൺകുട്ടീനെയോ അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടീനെയോ അവരുടെ ഗാർഡിയന്റെ അടുത്തുനിന്ന് മാറ്റി നിർത്തുന്നതും, അതായത് തട്ടിക്കൊണ്ടു പോകുന്നതും കിഡ്നാപ്പിൽ പെടും. ദെൻ ഒരു 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടീനെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും കിഡ്നാപ്പിൽ പെടും. അതുപോലെ ഒരു 21 വയസ്സിൽ താഴെയുള്ള ഒരു ഫോറിൻ യുവതിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് സെക്ഷൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്താൽ അതിനെയും കിഡ്നാപ്പിന്റെ അണ്ടറിലാണ് പെടുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എംപ്ലോയ്മെന്റ് നമുക്കറിയാം, ബാലവേല എത്രയാണ് ഏജ് ലിമിറ്റ്? 14 ഇയേഴ്സ് ആണ്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു എംപ്ലോയർ ആയിട്ട് നിർത്താൻ പാടില്ല. പക്ഷെ 15 വയസ്സിൽ താഴെ മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫാക്ടറിയിൽ ഒരു അഡൾട്ടിനെ പോലെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളൊക്കെ എപ്പോഴാ പ്രായപൂർത്തിയാവുന്നേ? അറ്റൈൻമെന്റ് ഓഫ് മജോറിറ്റി. A person attains majority on the completion of 18 years. 18 വയസ്സായാൽ പ്രായപൂർത്തിയായി എന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. Then evidence. ആ എവിഡൻസിന് ഒരു ഇത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് എവിഡൻസ് കൊടുക്കാനായിട്ട് പ്രായമില്ല. ഏതൊരു കുഞ്ഞും ഒരു കോടതിയിൽ വന്ന് പറയുന്ന ഒരു എവിഡൻസ് കോർട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താണ്, അത് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കും. അല്ലാതെ ഇത്ര പ്രായം വേണം എന്ന് നിർബന്ധമില്ല. ഒരു കുട്ടി വന്ന് കോടതിയിൽ ഒരു കാര്യം ബോധിപ്പിക്കുമ്പോൾ ആ കുഞ്ഞ് ട്രൂത്ത്ഫുൾ ആയിട്ട് കോർട്ടിൽ തോന്നുവാണെങ്കിൽ അത് എവിഡൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. മാരേജ് കോൺട്രാക്ട് നോക്കുമ്പോൾ മെയിലിനാണെങ്കിൽ ഏജ് എത്രയാണ്? 21 ഇയേഴ്സ് ആവണം. അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാരേജ് കോൺട്രാക്ടിന് വാലിഡിറ്റി ഉണ്ടാവില്ല. ദെൻ ഇൻഫന്റിസൈഡ് നോക്കിക്കഴിഞ്ഞാൽ 6 മന്ത്സിൽ താഴെയുള്ള ഇൻട്രായൂട്രൈൻ ലൈഫിൽ വെച്ച് തന്നെ നമ്മൾ കുട്ടീനെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഫന്റിസൈഡിലാണ് പെടുക. ഇറ്റ്സ് കംസ് അണ്ടർ ക്രിമിനൽ അബോർഷൻ. ക്രിമിനൽ അബോർഷന് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, എ വുമൺ ഹു ഹാസ് പാസ്ഡ് ദ ഏജ് ഓഫ് ചൈൽഡ് ബിയറിംഗ് ഏജ് കനോട്ട് ബി ചാർജ്ഡ് ഫോർ പ്രൊക്വയറിംഗ് ക്രിമിനൽ അബോർഷൻ. അതായത് ഒരു ചൈൽഡ് ബെയറിംഗ് ഏജ് കഴിഞ്ഞൊരു സ്ത്രീയാണ് ഇതുപോലെ അബോർട്ട് ചെയ്യുന്നെങ്കിൽ അതൊരിക്കലും ക്രിമിനൽ അബോർഷനിൽ പെടുത്താൻ പറ്റില്ല. കാരണം അത് അവരുടെ ഹെൽത്തിന് ഒരുപാട് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അതൊരിക്കലും ക്രിമിനൽ അബോർഷൻ ആവില്ല. ഓക്കെ, ഇനി നമ്മൾ റൂൾ ഓഫ് ഹസയാണ് പഠിക്കാൻ പോകുന്നത്. അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പൊ അത് കുറച്ചു നേരം മുന്നേ നമ്മൾ സിമ്പിൾ ആയിട്ട് കേട്ടിരുന്നു, അതുപോലെ ആവരുത്. റൂൾ ഓഫ് ഹസ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. നമ്മളൊരു ഏജ് ഓഫ് ഫീറ്റസ് അപ് ടു 5 months, 5 മാസം വരെയുള്ള ഫീറ്റസിന്റെ ഏജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. അതെന്താ വെച്ചാല്, ഏജ് ഓഫ് ഫീറ്റസ് ബിലോ 5 months ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്ത് എടുക്കണം. ആ ഫീറ്റസിന് എത്ര ലെങ്ത് ഉണ്ടോ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എത്ര മാസമായി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കിട്ടിയോ? എബോവ് 5 months ആണെങ്കിൽ ഫീറ്റസിന്റെ ഏജ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ലെങ്ത് ഡിവൈഡഡ് ബൈ 5 months. ലെങ്തിനെ 5 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫീറ്റസിന്റെ ഏജ് കണ്ടുപിടിക്കാം. അപ്പോൾ റൂൾ ഓഫ് ഹസി എന്ന് പറഞ്ഞാൽ 5 മാസത്തിൽ താഴെയുള്ള ഒരു ഫീറ്റസിന്റെ ഏജ് കണ്ടുപിടിക്കാനും 5 മാസത്തിൽ മുകളിലുള്ള ഒരു ഫീറ്റസിന്റെ ഏജ് കണ്ടുപിടിക്കാനുമായിട്ടുള്ള 2 ഫോർമുലകളാണ് അതിൽ വരുന്നത്. 5 മാസത്തിൽ താഴെയാകുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്ത് ആണ് എടുക്കേണ്ടത്. 5 മാസത്തിൽ കൂടുതലാണെങ്കിൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 5 months ആണ്. ഓക്കെ അല്ലേ? ഇപ്പൊ റൂൾ ഓഫ് ഹസ ഇമ്പോർട്ടന്റ് ആണ്.
അത് അങ്ങനെ തന്നെ പഠിച്ചോളാം. ദെൻ കാൾ പിയേഴ്സൺ ഫോർമുല. കാൾ പിയേഴ്സൺ ഫോർമുല എന്ന് പറഞ്ഞാൽ ലോങ് ബോൺ വെച്ചിട്ട് സ്റ്റാച്യൂർ ഫ്രം എ ലോങ് ബോൺ എത്ര ഹൈറ്റ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കുന്നതാണ് കാൾ പിയേഴ്സൺ ഫോർമുല. അപ്പൊ അതിന് ലോങ് ബോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട 2 ലോങ് ബോൺ ഏതൊക്കെയാണ്? ഫീമറും ഹ്യൂമറസും. അപ്പൊ ഇതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ആ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഡിവിജ്വലിന്റെ സ്റ്റാച്യൂർ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ലെങ്ത് ഓഫ് ഫീമർ ഇൻറ്റു 3.6 to 3.8 ആണ് ഫീമറിന്റെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അപ്പം ലെങ്ത് ഓഫ് ഫീമറിനെ 3.6 to 3.8 അതുവരെ ഉള്ളത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സ്റ്റാച്യൂർ കിട്ടും. അല്ല ഹ്യൂമറസ് ആണെങ്കിൽ അതിന്റെ ലെങ്തിനെ ഇൻറ്റു 5 to 6 അതാണെങ്കിൽ നമുക്ക് ആ പേഴ്സന്റെ സ്റ്റാച്യൂർ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് കാൾ പിയേഴ്സൺ ഫോർമുല. കാൾ പിയേഴ്സൺ ഫോർമുല ഈസ് യൂസ്ഡ് ഫോർ stature from long bones. Length of the femur into 3.6 to 3.8 equal stature. Length of the humerus into 5 to 6 equals stature. കിട്ടിയല്ലോ. ഇനി then dactylography, അതായത് ഫിംഗർ പ്രിന്റിംഗ്. ഫിംഗർ പ്രിന്റിങ്ങിന്റെ മറ്റൊരു പേരാണ് ഡാക്ടൈലോഗ്രഫി. വേറൊരു പേരും കൂടി ഉണ്ട്, ഹെൻറി ഗാൾട്ടൺ സിസ്റ്റം. ആ പേര് വരാൻ കാരണം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരൊക്കെയാണ്? Sir Francis Galton and Edward Henry. Dactylography or Henry Galton system introduced by Sir Francis Galton and Edward Henry. ഇന്ത്യയിലെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കൽക്കട്ടയിലാണ്. ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഇൻ ഇന്ത്യ സിറ്റുവേറ്റഡ് അറ്റ് കൽക്കട്ട. ഇനി ത്രോട്ട് കുറച്ച് പ്രശ്നമുണ്ട്, സോറി കേട്ടോ. അപ്പം മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിന്റിംഗ് ആണ്. ഫിംഗർ പ്രിന്റിംഗ് ആണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെത്തേഡ്. പക്ഷെ ഫിംഗർ പ്രിന്റിങ്ങും DNA കൂടി ചോദിച്ചു കഴിഞ്ഞാൽ DNA ആണ് ഏറ്റവും ടോപ്പിൽ വരിക കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഫിംഗർ പ്രിന്റിങ് വരുള്ളൂ. അപ്പോ ഫിംഗർ പ്രിന്റിങ് മെയിൻ ആയിട്ട് 4 ടൈപ്പ് വരുന്നുണ്ട്. ലൂപ്പ്, വേൾസ്, ആർക്ക്, കമ്പോസിറ്റ്. 4 രീതികളിലാണ് മെയിൻ ആയിട്ടും ആൾക്കാരിൽ ഫിംഗർ പ്രിന്റിങ് കാണാൻ പറ്റുക. ലൂപ്സ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. 67% ലൂപ്സ് ഉണ്ടാവും. വേൾസ് 25% ഉണ്ടാവും. ആർച്ച് 6 to 7% ഉണ്ടാവും. കമ്പോസിറ്റ് 1 to 2% ഉണ്ടാവും. പാറ്റേൺസ് ആർ നോട്ട് ഇൻഹെറിറ്റഡ്. നമുക്ക് ഒരിക്കലും ഫിംഗർ പ്രിന്റ് പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല. പാറ്റേൺസ് ഡിഫറെന്റ് ഈവൻ ഇൻ ഐഡന്റിക്കൽ ട്വിൻസ്. ഐഡന്റിക്കൽ ട്വിൻസിലാണെങ്കിൽ പോലും ഫിംഗർ പ്രിന്റിങ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ദെൻ ഈ ഒരു റിഡ്ജിന് ഓൾട്രേഷൻസ് സംഭവിക്കാം, ചെറിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഏതൊക്കെ കണ്ടീഷൻസ് വന്നാലാണ് അങ്ങനെ ഒരു ഫിംഗർ പ്രിന്റിന്റെ റിഡ്ജിന് ഓൾട്രേഷൻ സംഭവിക്കുക? എക്സിമ കേസസിൽ സംഭവിക്കാം. അക്കാന്തോസിന്റെ കേസസ്, acanthosis nigricans and scleroderma, ridge alteration can happen. Then പെർമനന്റ് ആയിട്ട് ഇമ്പയർമെന്റ് നടക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷനിൽ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫിംഗർ പ്രിന്റിങ്ങിൽ നമ്മുടെ പെർമനന്റ് ഇമ്പയർമെന്റ് നടക്കുന്ന കണ്ടീഷൻസ് ഇൻ കേസ് ഓഫ് ലെപ്രസി, ഇലക്ട്രിക് ഇഞ്ചുറി ആൻഡ് ആഫ്റ്റർ എക്സ്പോഷർ ടു റേഡിയേഷൻ. ലെപ്രസി എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നാൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഇഞ്ചുറി സംഭവിച്ചാൽ, റേഡിയേഷന്റെ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ പെർമനന്റ് ഇമ്പയർമെന്റ് നടക്കും. കിട്ടിയല്ലോ. ദെൻ പോറോസ്കോപ്പി. പോറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഫുട് പ്രിന്റുകൾ, ക്രാക്കുകൾ, ഇതിനെ കുറിച്ചുള്ള പഠനമാണ് പോറോസ്കോപ്പി. ഇത് പോറോസ്കോപ്പി കൊണ്ടുവന്നത് ആരാണ്? ലൊക്കാർഡ് ആണ് പോറോസ്കോപ്പി കൊണ്ടുവന്നത്. ഇനി ഇതിന്റെ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് എന്താണ്? റെക്കഗ്നീഷൻ ഓഫ് ഇംപ്രഷൻ ഓഫ് എ സീൻ ഓഫ് ക്രൈം. അല്ലെ, ഒരു കുറ്റം നടന്നെടുത്തുനിന്ന് നമുക്ക് അതിന്റെ ഇംപ്രഷൻസ് തിരിച്ചറിയാൻ പറ്റും. റെക്കഗ്നീഷൻ ഓഫ് ഇംപ്രഷൻ ഓഫ് സീൻ ഓഫ് ക്രൈം, ഐഡന്റിഫിക്കേഷൻ ഇൻ കേസ് ഓഫ് ആക്സിഡന്റൽ എക്സ്ചേഞ്ച് ഓഫ് ന്യൂ ബോൺ ഇൻഫന്റ്സ്. കുഞ്ഞുങ്ങൾ മാറിപ്പോയി എന്ന് പറയുന്നില്ലേ ഹോസ്പിറ്റലിൽ, അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ കുഞ്ഞിനെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രിവെൻഷൻ ഓഫ് ഇംപേഴ്സണൈസേഷൻ, ആൾമാറാട്ടത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചെക്ക് ബാങ്ക് നോട്ട്സ് ആൻഡ് അതർ ലീഗൽ ഡോക്യുമെന്റ്സിലെല്ലാം ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ടായില്ലേ, സിഗ്നേച്ചറിന്റെയും ഒക്കെ കാര്യത്തിൽ. ഓക്കെ, മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. പോറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഫുട് പ്രിന്റ്സ്
ക്രാക്സ് എക്സെട്ര ആണ് പോറോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ചീലോസ്കോപ്പി എന്താണ്? ലിപ് പ്രിന്റ്സുകളെ കുറിച്ചുള്ള പഠനമാണ് ചീലോസ്കോപ്പി. അപ്പൊ ആ ടേം അങ്ങനെ പഠിച്ചു വെക്കുക. പോറോസ്കോപ്പി ഡാക്ടൈലോഗ്രാഫി ആണെങ്കിൽ ഫിംഗർ പ്രിന്റ്, പോറോസ്കോപ്പി ആണെങ്കിൽ ഫുട് പ്രിന്റ്, ചീലോസ്കോപ്പി ആണെങ്കിൽ ലിപ് പ്രിന്റ്. ഓക്കെ. Then superimposition. Superimposition എന്ന് പറയുമ്പോൾ ടെക്നിക് അപ്ലൈ ടു ഡിറ്റർമിൻ വെദർ ദ സ്കൾ ഈസ് ദാറ്റ് ഓഫ് എ പേഴ്സൺ ഇൻ ദ ഫോട്ടോഗ്രാഫി. നമുക്ക് നമ്മള് ഒരു ഫോട്ടോഗ്രാഫിൽ കാണുന്ന ആളുടെ തലയോട്ടി തന്നെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് കൺഫേം ചെയ്യുന്ന പരിപാടിയാണ് സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ തലയോട്ടിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കും, ആളുടെയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വെച്ചിട്ട് ഇത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസിഷൻ നടത്തി നോക്കും. Superimposition is the technique applied to determine whether the skull is that of the person in the photography. A negative result is having more credibility. ഈ superimposition പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. പക്ഷെ അത് നെഗറ്റീവ്, അതായത് ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ സ്കൾ അല്ല അത് എന്നുള്ള റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ അതിന് ക്രെഡിബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ. Then study of hair. Study of hair എന്ന് പറയുന്ന പേരാണ് ട്രൈക്കോളജി. ട്രൈക്കോളജി is the study of hair. ചീലോസ്കോപ്പി എന്തായിരുന്നു? സ്റ്റഡി ഓഫ് ലിപ് പ്രിന്റ്സ്. പോറോസ്കോപ്പി എന്തായിരുന്നു? സ്റ്റഡി ഓഫ് ഫുട് പ്രിന്റ്സ്. അപ്പോ ട്രൈക്കോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഹെയർ. അപ്പോ ഹ്യൂമൻ ഹെയറും അനിമൽ ഹെയറും തമ്മിലുള്ളൊരു ഡിഫറൻസ് പറയുന്നുണ്ട്. ഹ്യൂമൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ കോർട്ടെക്സ് തിക്കും മെഡുല തിന്നുമായിരിക്കും. പക്ഷെ അനിമൽ ഹെയറിൽ കോർട്ടെക്സ് തിന്നായിരിക്കും. ഹ്യൂമൻ ഹെയർ ആണെങ്കിൽ നമ്മുടെ കോർട്ടെക്സ് നല്ല തിക്കായിരിക്കും, അനിമൽ ആണെന്നുണ്ടെങ്കിൽ കോർട്ടെക്സ് തിന്നായിരിക്കും. ദെൻ ഒരു ലൊക്കാർഡ്സ് പ്രിൻസിപ്പിൾ. ലൊക്കാർഡ് എന്ന് പറയുന്ന ആള് കൊണ്ടുവന്നത് ഏത് സ്റ്റഡി ആയിരുന്നു? ഓർമ്മയുണ്ടോ? പോറോസ്കോപ്പി. പോറോസ്കോപ്പി ലൊക്കാർഡ് കൊണ്ടുവന്നതാണ്. ഈ ലൊക്കാർഡിന്റെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, ലൊക്കാർഡ്സ് പ്രിൻസിപ്പിൾ ഓഫ് അയോണിക് എക്സ്ചേഞ്ച്. ഒന്നുമില്ല, ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ അവിടെ എന്തെങ്കിലും ഒരു തെളിവുണ്ടാവും എന്ന് പറയുന്ന പോലെ ആ ഒരു മീനിങ്ങിൽ വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണിത്. എവറി ക്രിമിനൽ ക്യാരീസ് സം എലമെന്റ്സ് വിത്ത് ഹിം ഫ്രം ദ സീൻ ഓഫ് ക്രൈം ബൈ വിച്ച് ഹി ക്യാൻ ബി ലിങ്ക്ഡ് വിത്ത് ദ ക്രൈം. അതായത് എല്ലാ ക്രിമിനലും എന്തെങ്കിലും ഒരു എലമെന്റ് ആ ഒരു ക്രൈം നടന്നെടുത്തുനിന്ന് ക്യാരി ചെയ്യുന്നുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ആ ക്രൈമുമായിട്ട് അയാളെ കണക്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ലൊക്കാർഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അയോണിക് എക്സ്ചേഞ്ച്. ഓക്കെ. ഇനി ചുമ്മാ കേട്ടിരുന്നാ മതി. അതായത് നമുക്ക് കുറച്ച് ടെസ്റ്റുകളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ബ്ലഡിന്റെ ഡിറ്റക്ഷനും അതുപോലെ സെമനിന്റെ ഡിറ്റക്ഷനും. ഇത് രണ്ടും ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഇത് രണ്ടും, അതായത് ബ്ലഡ് സ്റ്റെയിന്റെ ഡിറ്റക്ഷനും സെമനും നമ്മൾ ആ ടെസ്റ്റുകൾ ഏതൊക്കെയാന്ന് കൃത്യമായി തന്നെ പഠിച്ചു വെച്ചിരിക്കണം. സെമനിൻ്റെത് ചോദിച്ചിട്ടുണ്ട്. കെമിക്കൽ ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ബ്ലഡ് ഇൻ എ സ്റ്റെയിൻ. ഏതൊക്കെ ടെസ്റ്റുകളാണ് ഉള്ളത്? ബെൻസിഡിൻ ടെസ്റ്റ്, ഫിനോൾഫ്താലീൻ ടെസ്റ്റ്, otherwise known as Kastle-Meyer test, Leukomalachite test, orthotolidine test, luminal test. Okay. അടുത്തത് confirmatory microchemical test for blood. Hemochromogen crystal test using Takayama reagent, Heyman crystal test, otherwise known as Takman's test. ഇത് ജസ്റ്റ് ആ പേര് ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ ബ്ലഡിൻ്റെത് പഠിച്ചു വെക്കുക. ബെൻസിഡിൻ, ഫിനോൾഫ്താലിൻ, ല്യൂക്കോമാലക്കൈറ്റ്, ഓർത്തോടോളിഡിൻ ആൻഡ് ലുമിനാൽ ടെസ്റ്റ്. Then serological test for species identification of blood. Ring test, antiglobulin test, mixed antiglobulin test, diffusion precipitation in gel, passive hemagglutination test, gel electrophoresis test. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കെമിക്കൽ ടെസ്റ്റ് ഫോർ സെമൻ. സെമൻ അനാലിസിസ്, സെമൻ ഉണ്ടോ എന്ന് അറിയുന്ന ടെസ്റ്റുകൾ: ഫ്ലൂറസൻ ടെസ്റ്റ്, ബാർബെയ്റോ ടെസ്റ്റ്, ആസിഡ് ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ടെസ്റ്റ്, അമോണിയം മോളിബ്ഡേറ്റ് ടെസ്റ്റ്. ഓക്കെ, ഇത് ഒരു തവണ വന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു. അതായത് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ടെസ്റ്റ് മാത്രം കൊടുത്തു, ബാക്കി വേറെ ടെസ്റ്റുകളൊക്കെ തന്നിട്ട് ഇതിൽ ഏതാണ് സെമനിന്റെ കെമിക്കൽ ടെസ്റ്റ് എന്ന് ചോദിച്ചു.
അപ്പോൾ ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ടെസ്റ്റ് അതിൻ്റെതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. സോ കെമിക്കൽ ടെസ്റ്റ് ഫോർ സെമൻ എല്ലാവരും പഠിച്ചിരിക്കുക. ഫ്ലൂറസൻ, ബാർബെയ്റോ, ആസിഡ് ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ടെസ്റ്റ് ആൻഡ് അമോണിയം മോളിബ്ഡേറ്റ് ടെസ്റ്റ്. ഓക്കെ, ഇത്രയാണ് ഐഡന്റിഫിക്കേഷനിൽ പ്രധാനമായിട്ടും ഉള്ളത്. നമുക്കൊന്ന് ഓടിച്ച് റീവൈൻഡ് ചെയ്യാം. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക് ആണ്, പക്ഷെ എന്നാൽ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കാൻ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ഇന്ന് തന്നെ ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഐഡന്റിഫിക്കേഷൻ റേസ് ആണെന്നുണ്ടെങ്കിൽ സെഫാലിക് ഇൻഡെക്സ്, ഫോർ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ ആണെങ്കിൽ മെഡുലറി ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സെഫാലിക് ഇൻഡെക്സ് ഉള്ളത് ബ്രേക്കി സെഫാലിക്കിനാണ്. 80 to 85 ആണ് ഉണ്ടാവുക. ദെൻ സെക്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബാർ ബോഡീസും ഉണ്ട്, ഡേവിഡ്സൺ ബോഡീസും ഉണ്ട്. ബാർ ബോഡീസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിലിൽ പ്രസന്റ് ആയിരിക്കുന്നതാണ്. ഡേവിഡ്സൺ ബോഡി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്രംസ്റ്റിക് അപ്പിയറൻസ് ഉള്ളതാണ്. ഇത് രണ്ടും ഫീമെയിൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇവിടെ ഒന്നും അത്രയ്ക്കും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് ഓർത്തു വെക്കുക. ക്ലിൻഫെൽട്ടർ സിൻഡ്രോം ആണെങ്കിൽ 47XXY ആണ്. ടർണർ സിൻഡ്രോം ആണെങ്കിൽ 45XO ആയിരിക്കും. ഓക്കെ, ക്രോഗ്മാൻസ് ടേബിൾ എന്തായിരുന്നു? ലോങ് ബോൺസിൽ നിന്ന് സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, പെർസെന്റേജ് ഓഫ് ആക്യുറസി ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ് ഫ്രം ബോൺ. ദെൻ ടീത്ത് ഇമ്പോർട്ടന്റ് ആണ്. ടീത്ത് ഫസ്റ്റ് ടെമ്പററി ടീത്ത് ഏതാണെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ആണ്. LCI, ലോവർ സെൻട്രൽ ഇൻസിസേഴ്സ് ആണ് ഫസ്റ്റ് ടെമ്പററി ടീത്ത് എന്ന് പറയുന്നത്. പെർമനന്റ് ടീത്തിൽ ഫസ്റ്റ് മൊളാർ എന്നാണ് വരുന്നത്? 6 ഇയേഴ്സിലാണ് ഫസ്റ്റ് മൊളാർ വരുന്നത്. രണ്ടിന്റെയും ഡെന്റൽ ഫോർമുലയും കൂടി ഓർത്തു വെച്ചേക്കുക. ടെമ്പററി ടീത്ത് ആവുമ്പോൾ 2102 ആണ്. പെർമനന്റ് ടീത്ത് ആവുമ്പോൾ 2123 ആണ്. ദെൻ ഗുസ്താവ്സൺസ് മെത്തേഡ്, അതായത് ഡെന്റൽ ടിഷ്യൂസിൽ വരുന്ന ചേഞ്ചസ് വെച്ച് 21 അതിൽ കൂടുതലോ ഏജ് ഉള്ള ഒരാളുടെ ഏജ് എസ്റ്റിമേറ്റ് ചെയ്യാം. അതിനുള്ള ക്രൈറ്റീരിയാസ്. അപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് എന്നുള്ള വേർഡ് ഓർത്തുകൊള്ളുക. S for secondary dentine, C for cementum apposition, R for root resorption, I for attrition, root attrition, P for paradontosis, T for translucency or transparency. ആ ട്രാൻസ്പെറൻസി ആണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സിംഫൈസിസ് പ്യൂബസ് ആണ് സിംഗിൾ ക്രൈറ്റീരിയൻ. 3rd to 5th ഡെക്കേഡ് വരെ ബോണിൽ നിന്ന് നമുക്ക് ഗ്രോത്ത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒരൊറ്റ ബോൺ നോക്കിയാൽ മതി. അത് ഏതാണ് ആ ബോൺ? സിംഫൈസിസ് പ്യൂബസ് ആണ്. ഓക്കെ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ആ 3 ടേം ഓർത്ത് വയ്ക്കുക. തെലാർക്കി, പ്യൂബാർക്കി, മെനാർക്കി. തെലാർക്കി ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ആണ്, പ്യൂബാർക്കി ഹെയർ ഗ്രോത്ത് ആണ്, മെനാർക്കി എന്ന് പറഞ്ഞാൽ മെൻസസ് അപ്പിയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി റൂൾ ഓഫ് ഹസെ. റൂൾ ഓഫ് ഹസെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാ ഒരു ഫീറ്റസിന്റെ ഏജ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? ഒരു ഇക്വേഷൻ നമുക്ക് തരാണ്. 5 മാസത്തിൽ താഴെ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്ത് വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാം. 5 മാസത്തിൽ കൂടുതലാണെങ്കിൽ ലെങ്ത് ഡിവൈഡഡ് ബൈ 5 months. കിട്ടിയല്ലോ. കാൾ പിയേഴ്സൺ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ ഒരു ബോൺ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അത് ലോങ് ബോൺസ് വെച്ചിട്ടാണ് ചെയ്യുക. ലോങ് ബോൺ എന്ന് പറഞ്ഞാൽ ഫീമറും ഹ്യൂമറസും. അതിന്റെ കൂടെ അവർ തരുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഫീമർ ആണെങ്കിൽ 3.6 to 3.8, ഹ്യൂമറസ് ആണെങ്കിൽ 5 to 6. ദെൻ ഡാക്ടിലോഗ്രഫി കൊണ്ടുവന്നത് ആരാണ്? ഫ്രാൻസിസ് ഗാൽട്ടനും എഡ്വേർഡ് ഹെൻറിയും ആണ് കൊണ്ടുവന്നത്. 4 ടൈപ്പ് ഉണ്ട് എന്ന് ഓർത്തു വയ്ക്കാം. മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഐഡന്റിക്കൽ ട്വിൻസിൽ പോലും ഫിംഗർ പ്രിന്റ് ഡിഫറെന്റ് ആണെന്ന് ഓർത്തു വെക്കുക. പെർമനന്റ് ഇമ്പയർമെന്റ് leukomalachite, orthotolidine, luminal test, and semen determine ചെയ്യാൻ വേണ്ടി fluorescent test, Barbeiro test, acid phosphate test,
creatine phosphokinase test, and ammonium molybdate test. Okay. For identification കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ ഡെത്തും പോസ്റ്റ്മോർട്ടം ചേഞ്ചസും ആണ് നോക്കുന്നത്. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ? ഏതെങ്കിലും പോർഷൻ വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ സമയമുണ്ട്. ഐഡന്റിഫിക്കേഷൻ ഈ പറഞ്ഞതുപോലെ ജനറൽ ഫോർമുല, പിന്നെ കുറെ ടേംസ് ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. തുഷാര ഡോക്ടർ പറഞ്ഞതുപോലെ സെമൻ അനാലിസിസിന്റെ കെമിക്കൽ ടെസ്റ്റിന്റെ പേര്, അതുപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ സാധ്യതയുള്ളതാണ്. ഡോക്ടറെ പറഞ്ഞോളൂ. ഡക്ടൈലോഗ്രാഫി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റിംഗ് ഒന്ന് കാണിച്ചു തരുമോ? പേഷ്യന്റ് വന്നിട്ട് അവിടെ നിന്ന് കിട്ടില്ല. ഞാൻ സ്ലൈഡ് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ ഞാൻ ഇട്ടേക്കാം. ഡോക്ടർ കോർപ്പസ് ഡെലിക്ട ഇല്ലേ? ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഇന്നലെ പറഞ്ഞതല്ലേ? ഇന്നലത്തെ ക്ലാസ്സിലല്ലേ? ആയിരിക്കും, ഞാൻ മിസ്സായി പോയി ആ പോസ്റ്റ്. ഓക്കെ. ഇന്നലെ കോർപ്പസ് ഡെലിക്ട എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഡെഡ് ബോഡിയിൽ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ട് നടന്നു എന്ന് കാണിക്കുന്ന തെളിവുകൾ ഉണ്ട്. അപ്പൊ ഡെഡ് ബോഡി എക്സാമിനേഷന് തന്നെ ഇപ്പം ഒരു റേപ്പ് കേസ് തന്നെ ഒന്ന് നോക്കുക. അപ്പൊ അതിനകത്ത് ഒരുപാട് മുറിവുകൾ റേപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവിടെ വേറെ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. ആ ഡെഡ് ബോഡി ഇറ്റ്സെൽഫ് അത് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ അവിടെ നടന്നു എന്നുള്ളത്. അതിനെയാണ് കോർപ്പസ് ഡെലിക്ട എന്ന് പറയുന്നത്. കിട്ടിയോ?